ശ്രുതിയാണേ. ഇന്ന് തിരുവോണം. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിലും ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നത് ഒരു പതിവാണ്. അത്തപ്പൂ ഇടാനുള്ള പൂക്കളൊക്കെ തലേന്ന് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചായിരുന്നല്ലോ. ഇന്നലെ അമ്മ തൊട്ടുകൂട്ടാനുള്ള കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിക്കറിയും പച്ചടിയും മോരും മധുരക്കറിയും ഒക്കെ അമ്മ തലേന്നേ വെക്കും. അതാവുമ്പോൾ ഉച്ചയ്ക്ക് പണി എളുപ്പമാണല്ലോ. അച്ഛനും മോനും കൂടി രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുക. എനിക്കെന്തോ ഇതുപോലുള്ള എല്ലാ നല്ല ദിവസങ്ങളിലും എൻ്റെ പീരീഡ്സ് ഒന്നെങ്കിൽ നേരത്തെ വരും, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വരും. എന്തായാലും കറക്റ്റ് ദിവസം എനിക്ക് പീരീഡ്സ് ആയിരിക്കും. എനിക്കെന്നല്ല, ഒരുവിധം പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരവസ്ഥ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പുക്കുട്ടന് അംഗൻവാടിയിലെ ഓണം പരിപാടിക്ക് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. നല്ല രസമില്ലേ ആ ഡ്രസ്സിട്ട് ഓടിക്കളിച്ച് നടക്കുന്നതാണ്. അമ്പലം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നടന്ന് അങ്ങോട്ട് കയറുന്ന ദൂരമേ ഉള്ളൂ. അപ്പുക്കുട്ടനും അച്ഛയും കൂടി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ നേരം ഞാൻ അത്തപ്പൂ ഇടാനുള്ള പൂക്കളൊക്കെ പിച്ചി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പുക്കുട്ടനും എന്നെ സഹായിക്കാനായിട്ട് കൂടി. അച്ഛൻ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്ത് അതുവഴി നടപ്പുണ്ട് കേട്ടോ. ഓണമാകുമ്പോൾ ഈ പൂവിനൊക്കെ എന്തൊരു റേറ്റാ അല്ലേ. ഇന്നലെ പൂ വാങ്ങാനായിട്ട് ഞങ്ങൾ 2-3 സ്ഥലങ്ങളിൽ പോയി. അവസാനം ചിന്നക്കട ഒരു കടയിൽ നിന്ന് 100 രൂപയ്ക്ക് 2 കവർ പൂ കിട്ടി. അത് അത്യാവശ്യം നല്ല ലാഭത്തോടെ കിട്ടി കേട്ടോ. വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കേട്ടോ ഓണത്തിന് രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ അത്തപ്പൂവൊക്കെ ഇടുന്നത്. എൻ്റെ കുഞ്ഞുനാളിലൊന്നും ഓണത്തിന് രാവിലെ വീട്ടിൽ അത്തപ്പൂ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ വീട്ടിലെന്തോ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. രാവിലെ എഴുന്നേക്കും, വിളക്ക് കത്തിക്കും, അമ്പലത്തിൽ പോവും, ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കും. അതായിരുന്നു ഞങ്ങളുടെ ഓണം. കല്യാണത്തിന് ശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ എല്ലാവർക്കും അത്തപ്പൂ ഇടുന്നതൊക്കെ മസ്റ്റാണ്. അതൊരു രസമല്ലേ. കല്യാണത്തിന് ശേഷം ഞാനിത് ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം കേട്ടോ ഓണമൊക്കെ ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുന്നത്. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളല്ലേ, വീട്ടിലായിരിക്കും. അച്ഛനും അമ്മയും പോയി ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഒരുക്കുന്നു, സദ്യ ഉണ്ടാക്കുന്നു. നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഓരോണത്തിനങ്ങ് പോകുന്നു. കല്യാണശേഷം പിന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ പിന്നെ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പോയി വാങ്ങിക്കുന്നു. എല്ലാ കാര്യത്തിലും നമ്മളുടെയും കൂടി ഒരു പങ്ക് വരുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ ഞാൻ ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഓണത്തിൻ്റെ തലേന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ എന്ത് രസമല്ലേ. എല്ലാവരും പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും പൂക്കൾ വിൽക്കുന്നതും. ഞാനിതൊന്നും കല്യാണത്തിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. ഉത്രാടപ്പാച്ചിലെന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. ഉച്ചയ്ക്ക് സദ്യക്ക് ഇല നിറയെ കറികൾ വേണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അമ്മ ഒരുപാട് കറികളുണ്ടാക്കും. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് മാവേലിക്കും പിതൃക്കന്മാർക്കും ഒക്കെ വെക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്കുണ്ട് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് ഇലയിട്ട് എല്ലാ കറികളും വിളമ്പി പായസം ഉൾപ്പെടെ വിളമ്പി നമ്മൾ മാവേലിക്ക് വെക്കും. കുറച്ച് നേരം അതങ്ങനെ വെക്കും. അതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. നിലത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് റിസ്ക് ആണെങ്കിലും ഓണമല്ലേ. ഇന്ന് നിലത്തിരുന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെന്താ കഴിക്കുക. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിലത്തിരുന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അനിയത്തി പിന്നെ മാവേലിക്ക് വെച്ച ഇല അടിച്ചു മാറ്റിയത് കൊണ്ട് അവൾക്ക് മാത്രം മോളി സീറ്റ് കിട്ടി. പിന്നെ എൻ്റെ അപ്പുക്കുട്ടന് സദ്യയിൽ ഏറ്റവും ഇഷ്ടം പായസം കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇന്ന് ചോറ് പായസത്തിൽ കുഴച്ചൊക്കെയാണ് കഴിച്ചത്. ഞങ്ങൾ കൊല്ലത്തേക്ക് താമസം മാറ്റിയിട്ട് ഇപ്പോൾ 2 വർഷമായി. 2 ഓണവും കൊല്ലത്ത് തന്നെയായിരുന്നു. ഉച്ചയ്ക്കത്തെ ഓണസദ്യ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ കാർത്തികിൻ്റെ വീട്ടിലേക്ക് പോകും. കാർത്തികിൻ്റെ വീട് പുത്തൂരാണ് കേട്ടോ. അവിടെ അപ്പുക്കുട്ടന് കളിക്കാൻ കുറേ കൂട്ടുകാരുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാറിൽ കയറിയപ്പോൾ
ആള് ഭയങ്കര ഡാൻസ് കളിയും പാട്ടും ഒക്കെ ആയിരുന്നു. കാറ് കയറിയ പാട്ട് വെക്കുന്നത് അപ്പുക്കുട്ടന് മസ്റ്റാ. തിരുവോണം ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കൊന്നും കാണില്ലെന്ന് കരുതിയാണ് ഇറങ്ങിയത്. എവിടുന്ന്, പതിവിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നെന്ന്. എല്ലാവരും ഞങ്ങളെപ്പോലെ തിരുവോണ സദ്യയൊക്കെ കൊണ്ട് റിലേറ്റീവ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് പോകുന്ന തിരക്കാന്ന് തോന്നുന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേ അപ്പുക്കുട്ടൻ നല്ല ഉറക്കമായി കേട്ടോ. അവൻ ഉറങ്ങുന്ന സമയമായി, അതുകൊണ്ടാ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. നിങ്ങളൊക്കെ ഓണം അടിച്ചു പൊളിച്ച് കാണുമല്ലോ അല്ലേ? ഓണം കഴിഞ്ഞിട്ടിപ്പോൾ 2 ദിവസമായല്ലോ അല്ലേ? എന്ത് ചെയ്യാനാ, എഡിറ്റ് ചെയ്ത് വീഡിയോ ഈ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വന്നെന്നേ. എല്ലാവരും എൻ്റെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.